ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2026 പുതുവർഷത്തിൽ ലോകം മുഴുവൻ വളരെ ആകാംക്ഷയോടെ, വളരെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ഒരു സംഭവമായിരുന്നു, അല്ലെങ്കിൽ ഒരു യോഗമായിരുന്നു, കൂടിക്കാഴ്ചയായിരുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ തൻ്റെ പരമാചാര്യ കാലഘട്ടത്തിൽ വിളിച്ചു ചേർത്ത ആദ്യത്തെ എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററി. വലിയ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടും കൂടി തന്നെയാണ് സഭാമക്കൾ ആ കൺസിസ്റ്ററിയെ നോക്കിക്കണ്ടത്. ആ കൺസിസ്റ്ററിയിൽ പങ്കെടുക്കുവാൻ ഭാഗ്യം ലഭിച്ച സിറോ മലബാർ സഭയുടെ അഭിമാനമായിട്ടുള്ള സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൾ അഭിമന്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ആ കൺസിസ്റ്ററിയിൽ നടന്നത് എന്താണ്, ആ കൺസിസ്റ്ററിയിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയാണ്, എത്രത്തോളം ഒരു പ്രതീക്ഷ നമുക്ക് ആ കൺസിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് സഭാ മക്കൾക്ക് നൽകാൻ സാധിക്കും, ഈ വിഷയങ്ങളെപ്പറ്റി അഭിമന്യ പിതാവ് നമ്മോട് മനസ്സ് തുറക്കുകയാണ്. പിതാവെ, ഒത്തിരി സ്നേഹത്തോടെ അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു പിതാവെ, കൺസിസ്റ്ററിയുടെ ആ ഒരു വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ്, കൺസിസ്റ്ററിക്ക് തൊട്ടു മുമ്പ് അങ്ങേക്ക് പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുമായിട്ടൊരു പേഴ്സണൽ കൂടിക്കാഴ്ചയ്ക്ക് ഒരു അവസരം ലഭിച്ചിരുന്നു. അങ്ങ് മാർപ്പാപ്പയ്ക്ക് ഒരു ഉപഹാരം സമ്മാനിക്കുന്നു. ഈ അല്പം ദീർഘനേരം മാർപ്പാപ്പയുടെ അങ്ങേക്ക് സംസാരിക്കാനൊക്കെ സാധിച്ചിരുന്നു. ആ ഒരു അനുഭവം അങ്ങ് വിവരിക്കാം. പരിശുദ്ധ പിതാവിനെ കാണാനായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് കാണുകയല്ല ചെയ്തത്. എല്ലാ ബുധനാഴ്ചയും പരിശുദ്ധ പിതാവ് ഒരു പൊതുദർശനം കൊടുക്കാറുണ്ടല്ലോ, ജനറൽ ഓഡിയൻസ് എന്ന് പറയും. ആ സമയത്ത് പരിശുദ്ധ പിതാവിൻ്റെ സന്ദേശമൊക്കെ നൽകിയതിന് ശേഷം ആളുകളെ അഭിവാദനം ചെയ്യുന്നതിന് മുമ്പായി അവിടെ വന്നിട്ടുള്ള മെത്രാന്മാരെ കാണുന്ന ഒരു പതിവ് എല്ലാ പിതാക്കന്മാരും പുലർത്താറുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധാവും അതിന് പ്രകാരം ഞങ്ങളെ സ്വീകരിച്ചു, മെത്രാന്മാരെയും ആളുകളെയും ഒക്കെ. ഇത് തണുപ്പായിരുന്നതുകൊണ്ട് പോൾ ദ 6th ഓഡിറ്റോറിയത്തിലാണ് ഈ ജനറൽ ഓഡിയൻസ് നടന്നത്. അപ്പം ഞങ്ങൾ സ്റ്റേജിൽ തന്നെ പരിശുദ്ധതാവിനോടൊപ്പം ഇടത്തും വശത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാദ്യം പരിശുദ്ധാവിനെ കാണാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഞാൻ പരിശുദ്ധാവിന് കൊടുത്ത ഒരു ഐക്കണാണ്. അത് സെൻറ്റ് ലിയോ ദ ഗ്രേറ്റ്, വിശുദ്ധനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഐക്കണാണ്. അപ്പോൾ ലിയോ മാർപ്പാപ്പമാരൊക്കെ സെൻറ്റ് ലിയോ ദ ഗ്രേറ്റിൻ്റെ ഭക്തരാണ്. അതുകൂടാതെ ലിയോ ദ ഗ്രേറ്റിൽ നിന്നും ചൈതന്യം ഉൾക്കൊള്ളുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഐക്കൺ കൊണ്ടുപോകാമെന്ന് കരുതിയത്. ചങ്ങനാശ്ശേരിക്കാരനായ ബഹുമാനപ്പെട്ട ജേക്കബ് കൂരോത്തച്ഛൻ ഒരു ഐക്കണോളജിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം വഴിയാണ് അത് വരപ്പിച്ച് ഞാൻ കൊണ്ടുപോയത്. പരിശുദ്ധന് അത് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോട്ടോ പിതാവ് ഒരറ്റത്തെ പിടിച്ച് ഞാനും മറ്റൊരറ്റത്തെ പിടിച്ച് എടുക്കാനൊക്കെ സാധിച്ചു. തീർച്ചയായിട്ടും അതിനുശേഷം അല്പസമയം സംസാരിക്കുകയും ചെയ്തു. അത് സൗഹൃദപരമായ ഒരു സംഭാഷണമെന്നേ ഉള്ളൂ. അതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. മറ്റു മെത്രാന്മാരും അതുപോലെ തന്നെ ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് കൺസിസ്റ്ററിയുടെ സമ്മേളനങ്ങളും മിസ്സോറാനാർപ്പണമൊക്കെ ആയിരുന്നു. ഏതെല്ലാം വിഷയങ്ങളാണ് പിതാവ് എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററിയിൽ ചർച്ചയായത്? വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു പ്രത്യേക രീതിയിലാണ് പരിശുദ്ധ പിതാവ് സംവിധാനം ചെയ്തിരുന്നത്. അദ്ദേഹം തന്നെ 4 വിഷയങ്ങൾ അതിനു മുമ്പ് മറ്റാളുകളോട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, കൂരിയ മെമ്പേഴ്സിനോടൊക്കെ. കാരണം പിതാവിൻ്റെ രീതി തന്നെ കൊളേജിയലാണ്. എല്ലാം മറ്റുള്ളവരോട് ആലോചിച്ച് അതിൻ്റെ ശേഷം പരിചിന്തനങ്ങളൊക്കെ നടത്തി ചർച്ചകളും തീരുമാനങ്ങളും സ്വീകരിച്ച് അവ നടപ്പിലാക്കുന്ന ഒരു ശൈലിയാണെന്നാണ് ഇതിനകം വ്യക്തമായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം 4 വിഷയങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അവ അദ്ദേഹം തന്നെ തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ ഒപ്പോടുകൂടി തന്നെ ഞങ്ങൾക്ക് തന്നിരുന്നു. അത് ഒന്നാമത്തത് എവഞ്ചേലി ഗൗരിയും സുവിശേഷത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്ന ആ അപ്പസ്തോലിക പ്രബോധനത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള എവാഞ്ചലൈസേഷൻ അഥവാ സുവിശേഷവൽക്കരണം എങ്ങനെ ആയിരിക്കണം ഈ കാലഘട്ടത്തിൽ എന്ന് പരിചിന്തനം ചെയ്യാനാണ്. അപ്പോൾ അത് ഒന്നാമത്തെ വിഷയം. ആ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരമ്പരാഗത സഭകൾ പറയുന്നത് ഒരു പുതിയ എവാഞ്ചലൈസേഷൻ എന്നാണ്, എ ന്യൂ എവാഞ്ചലൈസേഷൻ.
നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മിഷൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയതുമുണ്ട്, അതേസമയം പ്രഥമ സുവിശേഷവൽക്കരണത്തിൻ്റെ ഉത്തരവാദിത്വവും ഉണ്ട്. അപ്പോൾ ഏതായാലും ആ സുവിശേഷവൽക്കരണ വിഷയമാണ് ഒന്നാമതായിട്ട് വച്ചിരുന്നത്. രണ്ടാമതായിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയുള്ള പരിശുദ്ധാസനത്തിൻ്റെ ഒരു പ്രമാണരേഖയാണ് പ്രദിക്കാത്തെ എവഞ്ചേലിയും. ഇതൊരു അപ്പസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഭരണപരമായ കാര്യങ്ങളെ ആധാരമാക്കിയുള്ള പ്രദിക്കാത്തെ എവഞ്ചേലിയും. അതിനെ ആധാരമാക്കിക്കൊണ്ട് റോമിലെ ഡിക്കാസ്ട്രികളുടെ ബന്ധങ്ങൾ പരിശുദ്ധ പിതാവിലൂടെയും അല്ലാതെയും ഒക്കെ എപ്രകാരമാണ് പ്രാദേശിക സഭകളോട്, ലോക്കൽ ചർച്ചസ് അവിടെ ആയിരിക്കേണ്ടത്, ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എങ്ങനെ കൊടുക്കണം എന്നൊക്കെയുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രമാണരേഖയാണത്, അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനെ ആധാരമാക്കിക്കൊണ്ട് ഉള്ള ചർച്ചയായിരുന്നു രണ്ടാമത്തെ വിഷയം, പരിശുദ്ധ പ്രപ്പോസ് ചെയ്തതാണ്. മൂന്നാമത്തത് ഇതിനകം തന്നെ വളരെ പ്രസിദ്ധമായി തീർന്നിട്ടുള്ള സിനഡ് സംവിധാനത്തെക്കുറിച്ചും സിനഡാലിറ്റി എന്ന് പറയുന്ന പുതിയതെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ സഭയിലുള്ളതാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ് അത് കൂടുതലായിട്ട് അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതേ അല്ല. അപ്പോൾ ആ സിനഡാലിറ്റിയെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ പുരോഗമിക്കേണ്ടതിന് എന്നുള്ളതാണ് മൂന്നാമത്തെ വിഷയം. നാലാമത്തെ വിഷയം ആരാധനക്രമമാണ്, ലിറ്റർജി. അപ്പോൾ അത് ലിറ്റർജി എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ചിന്തിക്കരുത് നമ്മുടെ എറണാകുളം കാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണോ എന്ന്. ആ രീതിയിലല്ല. എല്ലാ സഭകളിലും തന്നെ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഉണ്ട്. ലത്തീൻ സഭയിലുമുണ്ട്. ലത്തീൻ സഭയിലെ പരമ്പരാഗതമായിട്ടുള്ള ട്രിഡൻറ്റൈൻ മാസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലത്തീൻ ഭാഷ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെല്ലുന്ന കുർബാന, അത് 10-ാം പിയൂസ് പാപ്പായുടെ കുർബാനയെന്നും ഇവിടെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ പൈസറ്റൻറ്റിൻ്റെ കുർബാന അനുവദിച്ച് കിട്ടണം. അത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം വന്ന കുർബാനയോടുകൂടി ഇല്ലാതായിത്തീർന്നതാണ് ഔദ്യോഗികമായിട്ട്. പക്ഷേ അത് ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടണമെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിൻ്റെ പല പല രീതികളിൽ അതിൻ്റെ അവതരണം നടത്തുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ലത്തീൻ സഭയിൽ ആരാധനക്രമത്തെക്കുറിച്ച്. അപ്പോൾ അതാണ് നാലാമതായിട്ടിട്ടിരുന്ന വിഷയം. ഇങ്ങനെ വിഷയങ്ങൾ പ്രപ്പോസ് ചെയ്തതിന് ശേഷം പരിശുദ്ധാവ് പറഞ്ഞു, നിങ്ങൾ ഈ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന 2 എണ്ണം ആദ്യത്തെ നിങ്ങളുടെ സമ്മേളനത്തിൽ തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമ്മേളനം എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിട്ട് പരിശുദ്ധൻ്റെ അധ്യക്ഷതയിൽ ഇരിക്കുക എന്നുള്ളതല്ല. പിന്നെയോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ആ ഗ്രൂപ്പുകളിലാണ് ഈ 4 ചർച്ച ചെയ്തിട്ട് 2 എണ്ണം തിരഞ്ഞെടുക്കേണ്ടത്. 21 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഒരു പ്രസിഡൻറ്റിനെയും ഒരു സെക്രട്ടറിയെയും പരിശുദ്ധതാവ് നേരിട്ട് നിയമിച്ചിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ 10ാമത്തെ ഗ്രൂപ്പിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞാൻ. അപ്പോൾ സെക്രട്ടറി ആയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വാഷിങ്ടൺ DC-യിൽ നിന്നും വിരമിച്ച് ഇരിക്കുന്ന കാർഡിനൽ വേൾ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ തിരഞ്ഞെടുത്തത് സുവിശേഷവൽക്കരണവും സിനഡും സിനഡാലിറ്റിയും എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾക്ക് വളരെ അത്ഭുതകരമായി തോന്നിയൊരു കാര്യം, 21-ൽ 15ഓളം ഗ്രൂപ്പുകളെ ഇതേ രീതിയിൽ ഞങ്ങൾ പ്രപ്പോസ് ചെയ്ത രീതിയിലെടുത്തു. ബാക്കിയുള്ള ഗ്രൂപ്പുകൾ പല രീതികളിലായിരുന്നു. അതിൽ ലിറ്റർജിക്ക് പ്രാധാന്യം കൊടുത്ത 2-3 ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഏതായാലും ഇങ്ങനെ കൂടുതൽ മജോറിറ്റി ഈ 2 വിഷയങ്ങളെക്കുറിച്ചായതുകൊണ്ട് ആ 2 വിഷയങ്ങളെക്കുറിച്ച്, സുവിശേഷവൽക്കരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ സിനഡാലിറ്റി എന്നതിനെക്കുറിച്ചും 2 പ്രസൻറ്റേഷൻസ്, അവതരണങ്ങൾ 2 പ്രധാനപ്പെട്ട വ്യക്തികളെ നിർവഹിച്ചിരുന്നു, കർദിനാളന്മാരാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്തി ഈ 2 വിഷയത്തിലും ഉണ്ടാകേണ്ട പുതിയ സമീപനങ്ങളെക്കുറിച്ച് ഉള്ള റിപ്പോർട്ട് ഓരോ ഗ്രൂപ്പിൻ്റേതുമായിട്ട് പരിശുദ്ധ പിതാവിന് സമർപ്പിച്ചു. പിന്നെ അവസാനമായിട്ട് പരിശുദ്ധ പിതാവ് സമ്മേളിച്ച് ഒരു പ്രബോധനം നൽകുകയും അതുപോലെ തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനെ ഫ്രീ ഇൻ്റർവെൻഷൻസ് എന്ന് പറയും, നടത്താനുള്ള അവസരം കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് അത് സമാപിച്ചത്.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയത് ഈ കർദിനാൾമാരുടെ കൺസിസ്റ്ററിയുടെ നടത്തിപ്പ്, അതുപോലെ തന്നെ 8-ാം തീയതി പ്രഭാതത്തിൽ പരിശുദ്ധാവിനോട് കൂടി വിശുദ്ധ കുർബാന അർപ്പിച്ചു എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും 8-ാം തീയതി എല്ലാ കർദിനാൾമാരും, അത് കർദിനാൾമാർ മാത്രം അത് അർപ്പിക്കപ്പെട്ടത് ആൾട്ടർ ഓഫ് ദ ചെയർ ഓഫ് സെൻറ്റ് പീറ്റർ എന്ന് പറയുന്ന പ്രധാന ആൾത്താരയുടെ പുറകിലുള്ള ആൾത്താരയിലായിരുന്നു. ആൾത്താര പണ്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾത്താരയായിരുന്നു 2-ാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ്. അപ്പോൾ അതിനൊരു പ്രാധാന്യമുണ്ട്. പത്രോസിൻ്റെ പിൻഗാമി, പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റേതായിട്ടുള്ള ആൾത്താരയിൽ എല്ലാ കർദിനാളന്മാരോടും കൂടി കുർബാന അർപ്പിക്കുന്നു. കർദിനാളന്മാരല്ലാതെ ആരും തന്നെ അതിൽ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് ആ കുർബാനയുടെ ഒരു സവിശേഷത. പ്രത്യേകിച്ച് ഡീക്കൻ ഉണ്ടായിരുന്നു. അത് വിശ്വകർമ്മാർപ്പണത്തിൻ്റെ ഭാഗമാണല്ലോ. വായനകളൊക്കെ വായിക്കാനുള്ള ആളുകളും ഉണ്ടായിരുന്നു. അല്ലാതെ സമൂഹം എന്നുള്ളത് കർദിനാളന്മാരും പരിശുദ്ധാവും കൂടെ ഉൾപ്പെടുന്നതായിരുന്നു. ആ കുർബാനയിലും പരിശുദ്ധാവ് ഒരു ഹോമിലി തന്നു. സുവിശേഷ പ്രഘോഷണത്തിലും കർദിനാളന്മാരുടെ കൂട്ടായ്മ അല്ലെങ്കിൽ കൊളേജിയാലിറ്റി, സഭയിലെപ്പോഴും തുടർന്നും പരിശുദ്ധ പിതാവ് കർദിനാളന്മാരുമായിട്ട് ചർച്ചകൾ നടത്തി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെന്നുള്ള ആ ഒരു സന്ദേശവും ഒക്കെ ഉൾപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ പിതാവ് ഈ ഒരു കൺസിസ്റ്ററിയിലൂടെ പരിശുദ്ധ പിതാവ് ലയോ 14-ാം മാർപ്പാപ്പയുടെ പരമാചാര്യ കാലഘട്ടത്തോട് വളരെ ഒരു പ്രതീക്ഷ ശരിക്കും വർദ്ധിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും ഓരോ പരിശുദ്ധ പിതാവിനും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു ശൈലി ഉണ്ടാവും. ആ രീതിയിൽ വ്യത്യാസങ്ങൾ നമുക്ക് പുതിയ പാപ്പായിൽ കാണാൻ സാധിക്കും. പക്ഷെ പുതിയ പാപ്പായുടെ ഒരു സവിശേഷതയായിട്ട് നമ്മൾ കാണുന്നത് ഉടനടി പെട്ടെന്ന് തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കുക എന്നതിനേക്കാൾ ഉപരി ആലോചിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് തീരുമാനങ്ങൾ എടുത്താൽ ആ തീരുമാനം അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു രീതി ഒക്കെയാണ്. അപ്പോൾ കർദിനാളന്മാരെ കുറച്ചുകൂടെ അടുത്ത് സംവദിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് പരിശുദ്ധാവ് കാണുന്നത്. അതുപോലെ തന്നെ ഡിക്കാസ്ട്രികളോടും പരിശുദ്ധാവ് സംവദിക്കുന്നുണ്ട്, ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്ററി കൊണ്ട് അവസാനിപ്പിക്കുകയല്ല, ഇനിയും ജൂൺ 27, 28 തീയതികളിൽ മറ്റൊരു കൺസിസ്റ്ററി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു കൊല്ലം 2 പ്രാവശ്യമെങ്കിലും കർദിനാളന്മാരുടെ സമൂഹത്തെ വിളിക്കുക എന്നൊരു രീതി പരിശുദ്ധതാവ് അവലംബിക്കുന്നത് പോലെ തോന്നുന്നു. മറ്റൊന്നുള്ളത്, ഈ കർദിനാളന്മാരുടെ സംഘത്തെ മാത്രമല്ല, പരിശുദ്ധ പിതാവ് മെത്രാന്മാരെയും സമർപ്പിതരെയും ആത്മായ പ്രസ്ഥാനങ്ങളെയും എല്ലാം കൺസൾട്ട് ചെയ്യുമെന്നുള്ള ഒരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെയേറെ സുചിന്തിതമായ രീതിയിൽ ഉള്ള ഭരണക്രമമാണ് പരിശുദ്ധതാവിൻ്റെ അജപാനനത്തിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു കാര്യം പിതാവ്, ഈ ഒരു കൺസിസ്റ്ററിയിലൂടെ പരിശുദ്ധ പിതാവ് ഈ ഐക്യത്തെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ടുള്ള ചിന്തകൾ. തീർച്ചയായിട്ടും പരിശുദ്ധാവ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആദ്യത്തെ പ്രഭാഷണത്തിൽ തന്നെ പറഞ്ഞത് ഐക്യവും കൂട്ടായ്മയുമായിരുന്നു ഏറ്റവും എടുത്ത് പറഞ്ഞിരുന്നത്. പിന്നീട് പരിശുദ്ധതാവ് വളരെയേറെ അടിവരയിട്ട് പറയുന്ന ഒരു സന്ദേശമാണ് ഈ സമാധാനം. അപ്പോൾ സമാധാനം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും പ്രവർത്തിക്കും. സഭയിൽ സമാധാനം, അതുപോലെ തന്നെ ലോകത്ത് സമാധാനം. അപ്പോഴേക്കും ഞാൻ ജോൺ 23-ാമൻ പാപ്പായുടെ ചാക്രിക ലേഖനത്തെക്കുറിച്ച് പാച്ചമിൻ തേറീസ്, ഭൂമിയിൽ സമാധാനം. അപ്പോൾ ആ സമാധാനത്തിൻ്റെ ഒരു സന്ദേശവും ഇപ്പോൾ നൽകുന്നുണ്ട്. സമാധാനവും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഐക്യത്തിലാണ്. അപ്പോൾ അങ്ങനെ ഐക്യം, സമാധാനം, കൊളേജിയാലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള സഭയുടെ ഒരു കൂട്ടായ്മ ചിന്ത പരിശുദ്ധാവുണ്ട്. പിതാവ്, ഭാരതസഭയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഭാരതസഭയിലെ കാർഡിനൽസുമായിട്ട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കൂടിക്കാഴ്ചകളോ അങ്ങനെ എന്തെങ്കിലും പരാമർശങ്ങൾ പരിശുദ്ധ പിതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു? ഭാരതസഭയെക്കുറിച്ച് പരാമർശിച്ച് ഒന്നും പറഞ്ഞില്ല, എന്നോടും പറഞ്ഞില്ല, പൊതുവിലും പറഞ്ഞില്ല. അങ്ങനെ ഒരു രാജ്യത്തെ സഭയെക്കുറിച്ച് അങ്ങനെയുള്ള പരാമർശങ്ങളിലായിരുന്നു. മിഷൻ കൺട്രീസിനെ കുറിച്ച് പൊതുവിൽ പറഞ്ഞിരുന്നു. പിന്നീട് ക്രൈസ്തവ ജീവിത നവീകരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, ന്യൂ എവാഞ്ചലൈസേഷൻ, അങ്ങനെയൊക്കെയുള്ള ആശയങ്ങളാണ്.
എല്ലാ ആശംസകളും പിതാവ്. പ്രത്യേകിച്ച് വലിയൊരു ഭാഗ്യം തന്നെയാണ് അങ്ങേക്ക് ലഭിച്ചത്. ഒരു അസാധാരണ കൺസിസ്റ്ററി, പരിശുദ്ധ പിതാവിൻ്റെ ആദ്യത്തെ ഒരു അസാധാരണ കൺസിസ്റ്ററി പങ്കെടുക്കാൻ സാധിച്ചത്. ഇനി തുടർന്നും കൂടുതൽ അങ്ങയുടെ ശുശ്രൂഷകൾ അയച്ചോ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.